നമസ്കാരം, ഞാൻ സിജു. എല്ലാവർക്കും ANHSന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നത് എൻ്റെ ഫോൺ റിങ് ചെയ്യുന്ന സൗണ്ട് കേട്ടുകൊണ്ടാണ്. ഞാൻ ആ ഫോൺ എടുത്തപ്പോൾ ചോദിക്കുന്നു, ഹലോ സിജു ആണോ? ഞാൻ പറഞ്ഞു, അതെ സിജു ആണല്ലോ. ഞാൻ പറഞ്ഞു, എൻ്റെ പേര് ഇതാണ്, ഞാൻ UK നിന്നാണ് വിളിക്കുന്നത്. കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഞാൻ UK സിജു, ഞാൻ ഉറങ്ങിയിട്ട് ഇപ്പോൾ 1.5 വർഷമായെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ വിചാരിച്ചു ഇനി എന്തെങ്കിലും പേഴ്സണൽ പ്രശ്നം. ഞാൻ ചോദിച്ചു, എന്തെങ്കിലും പേഴ്സണൽ പ്രശ്നങ്ങളുണ്ടോ? അതൊന്നും അല്ല സിജു. ഞാൻ ചോദിച്ചു, സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം ആണോ? അതുമല്ല. അത് ഞാൻ ചോദിച്ചു, എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? പെട്ടെന്ന് ഞാൻ വിചാരിച്ചു വിസ പോയത് അങ്ങനെയുള്ള കേസ് വല്ലതും ആയിരിക്കും എന്ന് ചോദിച്ചു. അത് ഞാൻ ചോദിച്ചു, എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? എന്ന് പറഞ്ഞു, ഞാനിവിടെ UK NHSൽ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത് വെച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ NHSൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോൾ മറ്റു പ്രശ്നം എന്താണ്? ഫാമിലി പ്രശ്നമൊന്നുമില്ല, സാമ്പത്തിക പ്രശ്നമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് പറഞ്ഞു, എങ്കിൽ ഞാൻ കാര്യങ്ങൾ ഞാൻ പറയാമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, 15 വർഷത്തോളം ഗൾഫ് രാഷ്ട്രങ്ങളിൽ ജോലി ചെയ്തു, ആവശ്യത്തിന് പൈസ ഉണ്ടാക്കി. ഇപ്പോൾ മക്കൾക്ക് ഏകദേശം 15 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് ഇനിയിപ്പോൾ ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്ന് മക്കളുടെ ഫ്യൂച്ചറിന് അത്ര സുരക്ഷിതമല്ലെന്ന് തോന്നിയതുകൊണ്ട് UK വരാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഈ സീനിയർ കെയർ വേക്കൻസികളൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാനൊരു ഏജന്റിനെ കോൺടാക്ട് ചെയ്തു. ആ ഏജന്റിനെ കോൺടാക്ട് ചെയ്തപ്പോൾ ആ ഏജന്റ് പറഞ്ഞു, 15 ലക്ഷം രൂപയോളമാകും, വിസ ശരിയാക്കി തരാം, UK വരാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ അതേ ഏജന്റ് പിന്നെയും വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി നേഴ്സല്ലേ, ഞങ്ങൾ ആ ചേച്ചിയെ ഞങ്ങളെ NHSലേക്ക് നേഴ്സായിട്ട് വിടാമെന്ന് പറഞ്ഞു. അന്നേരം ഈ കക്ഷിയെ പറഞ്ഞു എന്ന് പറഞ്ഞ്, ഞാൻ IELTS OET ഒന്നും പാസ്സായിട്ടില്ല, പിന്നെ എങ്ങനെയാണ് വിടുന്നതെന്ന് ചോദിച്ചു. അന്നേരം ആ വിളിച്ച വ്യക്തി പറഞ്ഞെന്ന്, അത് പ്രശ്നമില്ല ചേച്ചി, 25 ലക്ഷം രൂപ ആകും, വേറെ ടെൻഷൻ ഒന്നും വേണ്ട, NHSൽ നേഴ്സായിട്ട് തന്നെ പോകാൻ വെക്കും, രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞ് അവിടെ പോയി ചേച്ചി OSCE മാത്രം പാസ്സായാൽ മതി, CPT നാട്ടിൽ നിന്ന് എഴുതാമെന്നൊക്കെ പറഞ്ഞു, അതിനുവേണ്ട ഹെൽപ്പൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ ഫാമിലിയായിട്ട് ആലോചിച്ചിട്ട് ഇവർ സമ്മതം മൂളി, ഓക്കെ 25 ലക്ഷം കൊടുക്കാമെന്ന്. കാരണം ഇവർക്ക് സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളില്ല, കാരണം ഗൾഫിൽ നിന്ന് ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് ഫാമിലിയായിട്ട്. പിന്നെ UK വന്ന് ഫാമിലിയായിട്ട് സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അതിനുവേണ്ടി പൈസ കൊടുക്കാൻ അവർ തയ്യാറായി. അങ്ങനെ അവർ ആ പൈസ 25 ലക്ഷം രൂപ കൊടുത്തു. പെട്ടെന്ന് തന്നെയായിരുന്നു, ഏകദേശം 3-4 മാസത്തെ പ്രോസസ്സ് കൊണ്ട് അവർ UK ആദ്യം മെയിൻ ആപ്ലിക്കൻ്റ് എത്തി, ഇവിടെ വന്ന് OSCE പാസ്സായി കഴിഞ്ഞാൽ അവരുടെ ഡിപ്പെൻഡൻറ്റെയും കുട്ടികളെ എല്ലാം UK കൊണ്ടുവന്നു. ഈ മൂത്ത കുട്ടിക്ക് ഇപ്പോൾ 17 വയസ്സായി. എന്തായാലും അവരുടെ ഭാഗ്യത്തിന് 18 വയസ്സിന് മുമ്പ് അവർ UK എത്താൻ സാധിച്ചു. ഇപ്പോൾ വിളിച്ച ആളുടെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കക്ഷി UK അന്ന് തൊട്ട് ടെൻഷനാണ്, കക്ഷിയെ പിടിക്കപ്പെടുമോ എന്നുള്ളത്. നമുക്കറിയാമല്ലോ, UK പണ്ടുകാലം തൊട്ട് ഈ IELTS OET എക്സാം തുടങ്ങി ആ കാലം തൊട്ട് തന്നെ ഇങ്ങനെ കളർ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പൈസ കൊടുത്ത് മേടിച്ച സർട്ടിഫിക്കറ്റുകളുണ്ട് UK എത്തുന്നവരുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ പല NHSകളിലും നാട്ടിൽ നിന്ന് വന്നവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയത്തില്ല എന്നുള്ള കംപ്ലൈന്റുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയൊന്നും ആർക്കും ഈ IELTSനെ OET കുറിച്ചുള്ള സംശയങ്ങളില്ലായിരുന്നു. പലപ്പോഴും ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്ക്, അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് ഇവിടെ എത്തിയവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരെ NHSന്റെ സ്പോൺസർഷിപ്പ് കളഞ്ഞിട്ട് ഏതെങ്കിലും പ്രൈവറ്റ് നേഴ്സിംഗ് ഹോമിലെ സ്പോൺസർഷിപ്പ് എടുത്ത് അങ്ങോട്ടങ്ങ് മാറും. കാരണം NMCക്ക് സംശയമില്ലാത്തത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ചെക്കിംഗ് ഒന്നുമില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴുള്ള പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കാണുമ്പോൾ കഴിഞ്ഞ 2 മാസമായിട്ട് OETയിൽ നടന്ന ക്രമക്കേടുകൾ NMCക്ക് മനസ്സിലായിരിക്കുകയാണ്. അവർ അന്വേഷണത്തിന് ആരംഭിച്ചിരിക്കുകയാണ്. ഈ അന്വേഷണം ആരംഭിച്ചത് കൊണ്ട് തന്നെ ഇപ്പോൾ UK ഒരുപാട് പേർക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ്. അല്ലെങ്കിൽ തന്നെ അവർക്ക് ഉറക്കമില്ല. കാരണം നമുക്കറിയാം NHSൽ എത്രമാത്രം സ്ട്രെസ്സാണ് സാധാരണ നേഴ്സുമാർ കറക്റ്റായിട്ട് വന്നവർ പോലും അനുഭവിക്കുന്നത്. അന്നേരം അവർക്ക് ആ സ്ട്രെസ്സിന്റെ കൂടെ ഈ ഒരു സ്ട്രെസ്സും കൂടെ, അതായത് തങ്ങളെ പിടിക്കപ്പെടുമോ, തങ്ങൾക്ക് 10 ഇയർ ബാൻ കിട്ടുമോ, തിരിച്ചു പോകേണ്ടി വരുമോ, ഫാമിലിയായിട്ട് തിരിച്ചു പോകേണ്ടി വരുമോ, തിരിച്ചു പോയാൽ എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള ചിന്തകൾ അവരുടെ മനസ്സിൽ കൂടുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് അവർക്ക് അവരുടെ ജോബിന് വേണ്ട രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനൊക്കത്തില്ല. ജോബിൽ അവർക്ക് വേണ്ടത്ര രീതിയിൽ അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയില്ല. അതൊരു നെഗറ്റീവ് മാർക്കായിട്ട് വരും. ഇത് ഒന്നാമത്തെ ഒരു ഇൻസ്റ്റൻസ് ആണ്. അടുത്ത ഒരു ഇൻസ്റ്റൻസ്, കഴിഞ്ഞ ആഴ്ച ഒരു കുട്ടി വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ എനിക്ക് വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഞാനൊരു നേഴ്സാണ്, NHSൽ വന്നതാണ്, IELTS OET എല്ലാം കറക്റ്റായിട്ട് പാസ്സായിട്ട് വന്ന കുട്ടിയാണ്. പക്ഷെ ആ കുട്ടി UK വന്നത് ഓസ്ട്രേലിയയിലേക്ക് പോകാൻ വേണ്ടിയാണ്. ഓസ്ട്രേലിയയിലാണ് എൻ്റെ കസിൻസ് എല്ലാം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് ഇവിടുത്തെ ജോബിനോട് വലിയ താല്പര്യം ആ കുട്ടിക്കില്ല. അതുകൊണ്ട് തന്നെ അത് വലിയ ശ്രദ്ധ ആ ജോലിയിലോട് കൊടുക്കുന്നില്ല. അപ്പോൾ പലപ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ആ കുട്ടിക്ക് ആ ഹോസ്പിറ്റലിൽ നേരിടേണ്ടി വരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അറിയാവുന്ന ഒരു മനുഷ്യരുമായിട്ട് നാം സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുതിയതായിട്ട് വരുന്ന കുട്ടികൾ അവരുടെ ലക്ഷ്യം മറ്റൊരു രാജ്യത്തേക്ക് പോവുക എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇവിടുത്തെ ജോലിയോട് വലിയ താല്പര്യമില്ല. ഇവിടെ വലിയ പെർഫോമൻസ് കാണിച്ചില്ലെങ്കിലും അവർക്ക് പ്രശ്നമില്ലല്ലോ, അവർക്ക് ഓസ്ട്രേലിയയിൽ പോയി കഴിഞ്ഞാൽ നല്ല പെർഫോമൻസ് കാണിച്ചാൽ മതി എന്നുള്ളൊരു ചിന്തയിലാണ് അവരെല്ലാം വരുന്നത്. ഇങ്ങനെ വരുന്ന കുട്ടികൾ ജോലിയോട് വലിയ ആത്മാർത്ഥത കാണിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അവിടെയും കംപ്ലൈന്റുകളുടെ ബഹളമാണ്. അപ്പോൾ ഈ 2 ഇൻസ്റ്റൻസിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 2 വ്യക്തികൾക്കും അവരുടെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ജോലികൾ കറക്റ്റ് സമയത്ത് തീരുന്നില്ല, അല്ലെങ്കിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ അവർ വരുത്തുന്നു. നമുക്കറിയാമല്ലോ, UK NHS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, NHSലെ ഏതൊരു ഹോസ്പിറ്റലിലും മലയാളികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെയുള്ള മാനേജേഴ്സിന് വളരെ സന്തോഷമാണ്. കാരണം പണ്ടുകാലം തൊട്ടേ വന്ന മലയാളികൾ അവരുടെ കഴിവ്, അവർ എക്സ്ട്രാ ഹാർഡ് വർക്ക് ചെയ്ത് നേടിയെടുത്ത ഒരു പേരുണ്ട്. ചിലപ്പോൾ അവർ ഇംഗ്ലീഷിലൊക്കെ അല്പം പുറകോട്ടായിരിക്കും, പക്ഷെ അവർ ഹാർഡ് വർക്കിലൂടെ, ഒരു ഡെഡിക്കേഷനിലൂടെ അവർ നല്ല പേരാണ് UK ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്ര നല്ലൊരു പേര് അവർ UK ഉണ്ടാക്കിയെടുത്തത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോഴും റിക്രൂട്ട്മെന്റുകൾ നല്ലതുപോലെ നടക്കുന്നത്.
കാരണം ഇവിടെയുള്ള NHSലെ മേധാവികൾക്ക് അറിയാം, കേരളത്തിൽ നിന്നൊരു നേഴ്സിനെ കൊണ്ടുവന്നാൽ അവർ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യും, മറ്റു കാര്യങ്ങളൊന്നും ഒരു ടെൻഷൻ അടിക്കണം എന്നുള്ള കാര്യം ഇവിടുത്തെ NHS മാനേജ്മെന്റിനൊക്കെ അറിയാം. ഇനി ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ ഈ രണ്ട് ഇൻസ്റ്റൻസിൽ വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പുതിയതായിട്ട് വരുന്നവർ അവരുടെ ജോലിയിൽ ആത്മാർത്ഥത കാണിക്കാത്തത് കൊണ്ട് തന്നെ ഇവിടുത്തെ പുതിയ മാനേജ്മെന്റിന്, NHSന്റെ മാനേജ്മെന്റുകൾക്ക് മലയാളികളോടുള്ള മതിപ്പ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മുമ്പുണ്ടായിരുന്ന ആ പേര് ഇല്ല ഇപ്പോൾ. അതുകൊണ്ട് തന്നെ റിക്രൂട്ട്മെന്റ് ഒക്കെ വരുമ്പോൾ അവർ മറ്റു രാജ്യങ്ങൾക്കുള്ളവർക്കും നല്ല പരിഗണന കൊടുക്കും നമ്മളെ വെച്ച് നോക്കുമ്പോൾ. ഇപ്പോൾ അതിന്റെ കൂടെ ഇപ്പോൾ ഈ IELTS, OET തുടങ്ങിയവ കൃത്രിമമായിട്ട് റിസൾട്ട് മേടിച്ചു വരുന്നു എന്നുള്ളത് ഇതുകൂടെ വന്നപ്പോഴത്തേക്ക് ഇവിടെയുള്ള മാനേജേഴ്സിന് അല്ലെങ്കിൽ ഇവിടെയുള്ള NMCയിലുള്ളവർക്ക് പോലും സംശയങ്ങളായി തുടങ്ങി. നാട്ടിൽ നിന്ന് വരുന്നവരെല്ലാം കള്ള സർട്ടിഫിക്കറ്റുമായിട്ട് വരുന്നവരാണോ എന്നുള്ളത്. കാരണം ഇവിടെ പലയിടത്തും പല NHSലും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല. IELTS, OET ഒക്കെ പാസ്സായി വന്നിട്ടും ഇവർക്ക് ഇംഗ്ലീഷ് അറിയാത്ത എന്തുകൊണ്ടാണെന്നുള്ള ക്വസ്റ്റ്യൻ പലപ്പോഴും വന്നെങ്കിലും ഇതുവരെ അവർ IELTS, OET തുടങ്ങിയ എക്സാമിനെ സംശയിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അവർ സംശയിച്ചു തുടങ്ങി. അതുകൊണ്ട് തന്നെ പല NHSലും ഞാനിപ്പോൾ 1-2 മാനേജറുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയെന്ന് പറഞ്ഞു. ഇംഗ്ലീഷ് നല്ലപോലെ കൈകാര്യം ചെയ്യാൻ സാധിക്കാത്തവർ അത് റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയെന്ന് പറഞ്ഞു NMCയോട്. കാരണം ഈ IELTS, OET കറക്റ്റ് സ്കോർ മേടിച്ച് പാസ്സായി വരുന്നവർക്ക് ഒരുമാതിരി ഇവിടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ നോക്കും. അത്ര ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലും ആവശ്യത്തിന് ആശയവിനിമയം നടത്താൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അങ്ങനെ ആശയവിനിമയം നടത്താൻ സാധിക്കാത്തവരുടെ കാര്യത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ അവർക്ക് ഉറക്കമില്ലാത്ത രാത്രി തന്നെ ആയിരിക്കും. കാരണം പല NHSകളും അവരുടെ NMCക്ക് റിപ്പോർട്ട് ചെയ്ത് തുടങ്ങി അവിടെ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്തവരുടെ കാര്യങ്ങളെ കുറിച്ച്. ഇപ്പോൾ ഏകദേശം 200ഓളം പേർക്ക് ഓൾറെഡി ഇമെയിൽ വന്നു എന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. പക്ഷെ ആരും അത് പുറത്ത് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇമെയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് റെസ്പോണ്ട് ചെയ്യുക. നമുക്ക് ഇതിനകത്ത് ഏറ്റവും വിഷമമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജെന്യുവിനായിട്ട് IELTS, OET എഴുതി വന്നവർ പോലും ഈ കുറച്ചു പേര് ഈ തെറ്റായ മാർഗങ്ങളിലൂടെ ഇത് നേടിയെടുക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടിലാകുകയാണ്. ആ ജെന്യുവിനായിട്ട് വന്നവർ പോലും ചിലപ്പോൾ ഇനി വീണ്ടും IELTS, OET എഴുതി അവർ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് കാണിക്കേണ്ടി ഒരു സ്ഥിതി വരും. അല്ലെങ്കിൽ അവർ തിരിച്ച് നാട്ടിൽ പോകേണ്ട ഒരു അവസ്ഥ വരും. അങ്ങനെ വരികയാണെങ്കിൽ അവർക്ക് 10 ഇയർ ബാൻ കിട്ടും. യൂറോപ്യൻ രാജ്യങ്ങളിലെ കാനഡ, ഓസ്ട്രേലിയ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് ഒരു ജോലി കിട്ടുന്നതിന് വേണ്ടി. പലരും ചോദിക്കുന്നു UK റിക്രൂട്ട്മെന്റ് നിർത്തിവെച്ചിട്ടുണ്ടോ എന്നുള്ളത്. UK റിക്രൂട്ട്മെന്റുകൾ ഇതുവരെ നിർത്തിയൊന്നും വെച്ചിട്ടില്ല. ഇപ്പോൾ കൂടുതലും റിക്രൂട്ട്മെന്റ് നടക്കുന്നത് നോർത്തേൺ അയർലൻഡ്, സ്കോട്ട്ലൻഡ്, വെയിൽസ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ഇപ്പോഴും ഒരുപാട് റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. UK നടക്കുന്നുണ്ട്, പക്ഷെ പഴയതുപോലെ നടക്കുന്നില്ല. പക്ഷെ അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം UK ഈ വർഷത്തെ നഴ്സുമാരുടെ വേക്കൻസി ഏകദേശം 23,000 വേക്കൻസിയാണ് ഇപ്പോൾ NHSൽ നിലവിൽ ഉള്ളത്. അതുപോലെ തന്നെ ഇതിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നവര് ഈ വർഷം ഏകദേശം 10,000ഓളം പേര് നഴ്സുമാരാണ് ഇവിടുന്ന് പോയതെന്നാണ് കണക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ UK ഗവൺമെന്റ് 5,000ഓളം പുതിയ ബെഡുകളാണ് ഈ വർഷം ഹോസ്പിറ്റലുകളിൽ കൂടുതൽ ആക്കാൻ പോകുന്നത്. ഇവിടുത്തെ വെയിറ്റിംഗ് ലിസ്റ്റ് ക്രമാതീതമായിട്ട് വർദ്ധിച്ചത് കൊണ്ട് തന്നെ കൂടുതൽ ബെഡുകളും കൂടുതൽ സ്റ്റാഫും അവർക്ക് ആവശ്യമായി വരും. എന്തായാലും UK നിന്ന് അവർക്ക് അത്രയും സ്റ്റാഫിന് ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നിന്നും നൈജീരിയ, മാൾട്ട, പിന്നെ ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നൊക്കെ അവർ റിക്രൂട്ട്മെന്റ് തുടങ്ങും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നിങ്ങൾ OET, IELTSനൊക്കെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊള്ളുക. നിങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊള്ളുക. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ ചെറിയ ഏജൻസികൾ ഒരുപാടെണ്ണം വന്നിട്ടുണ്ട്. അവരൊക്കെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പഴയതുപോലെ 1-2 ഏജൻസികളല്ല, ഒരുപാട് ഏജൻസികളാണ് ഇപ്പോൾ ഇതിനു വേണ്ടി ഉള്ളത്. അന്നേരം നിങ്ങൾ ആ ഏജൻസികളെ കണ്ടെത്തുക. ആ ഏജൻസികളെ കണ്ടെത്തി അവിടെ എല്ലാം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് UK ഒരു നേഴ്സായിട്ട് വരാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം UK വേക്കൻസികൾ ഒരിക്കലും തീരുകയില്ല. പക്ഷെ ഇപ്പോൾ ഒരു ചെറിയ ഡിലേ ഉണ്ട്. അത് മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് കഴിഞ്ഞും UK റിക്രൂട്ട്മെന്റ് ഉറപ്പായിട്ട് ഉണ്ടായിരിക്കുന്നതാണ്. അന്നേരം നിങ്ങൾ അതിനുവേണ്ടി തയ്യാറെടുക്കുക. അന്നേരം മറ്റൊരു കാര്യം ഞാൻ ഇതിനകത്ത് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്, കഴിയുന്നതും നിങ്ങൾ ഫേക്ക് സർട്ടിഫിക്കറ്റുകൾ വെച്ച് UK വരാതിരിക്കുക. നിങ്ങൾ ആ സർട്ടിഫിക്കറ്റുമായിട്ട് UK വന്നാൽ പോലും നിങ്ങൾക്ക് മനസ്സിന് ഒരു സമാധാനവും ഇവിടെ കാണുകയില്ല. ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾ പിടിക്കപ്പെടാം, നിങ്ങൾ തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ വരാം. കാരണം അങ്ങനെയുള്ള തെറ്റായ കാര്യങ്ങളിലേക്ക് പോകാതെ നിങ്ങൾക്ക് കഴിവുണ്ട്, നിങ്ങൾക്ക് BSc നഴ്സിംഗ് പഠിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും IELTS, OET ഈസി ആയിട്ട് എഴുതിയെടുക്കാൻ സാധിക്കും. പക്ഷെ അതിന് നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണം. അന്നേരം ആ ഹാർഡ് വർക്ക് ചെയ്ത് കഴിയുന്നതും കെയറോ സീനിയർ കെയറോ ആയിട്ട് വരാതെ നേഴ്സായിട്ട് തന്നെ UK വരാനുള്ള ശ്രമം നടത്തുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെടുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി.